ഹലോ. ഇന്ന് നമ്മളിവിടെ വന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പുതിയതായിട്ട് വന്നേക്കുന്ന ഒരു IPO പറ്റിയോ അല്ലെങ്കിൽ ഒരു പുതിയതായിട്ടുണ്ടായ എന്തെങ്കിലും ഒരു ന്യൂസിനെ പറ്റി ഡിസ്കസ് ചെയ്യാമെന്ന് വിചാരിച്ചായിരുന്നു. പക്ഷെ അപ്പോൾ ഇരുന്നപ്പോഴാണ് നമ്മുടെ ഒരാൾ ഇങ്ങനെ മെസ്സേജ് അയച്ചത്. കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നുണ്ട്, അല്ലെങ്കിൽ കമ്പനികളെ പറ്റി പറയുന്നതൊക്കെ ഉണ്ട്, പക്ഷേ ഈ IPO എന്താണെന്നുള്ളത് അവർക്ക് കറക്റ്റായിട്ട് അങ്ങോട്ട് മനസ്സിലായിട്ടില്ല ഇതുവരെ. അപ്പം ഞാനത് പറയാൻ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇഷ്ടം പോലെ യൂട്യൂബ് ചാനലുകളിൽ ഓൾറെഡി എന്താണ് IPO അല്ലെങ്കിൽ IPO എങ്ങനെ അപ്ലൈ ചെയ്യുക എന്നുള്ള വീഡിയോസ് കിടപ്പുണ്ട്. അപ്പം അതോർത്തിട്ടാണ് ഞാനതിനെപ്പറ്റി പറയുന്നത്. എന്നാലും ഇങ്ങനൊരു ടോപ്പിക്കിനെ പറ്റി ഒരു ചാനൽ പറയുമ്പോൾ ഉറപ്പായിട്ടും എന്താണ് IPO എന്നുള്ളത് എൻ്റെ ഒരു അറിവ് വെച്ചിട്ട് ഞാൻ പറയണമെന്ന് തോന്നിയോണ്ടാണ് ഈ വീഡിയോ ഞാനിപ്പോൾ ചെയ്യുന്നത്. ആദ്യമായിട്ട് നമ്മൾ IPO എന്താണെന്ന് ഒന്ന് പറയാം. അതിനുശേഷം നമ്മുടെ ലാപ്ടോപ്പ് സ്ക്രീൻ ഉപയോഗിച്ചുകൊണ്ട് നേരിട്ട് എങ്ങനെ അത് അപ്ലൈ ചെയ്യുന്നു, അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് കാണിച്ചു തരാം. അതാകുമ്പോൾ നമുക്ക് പഠിപ്പിക്കുന്നതിനെക്കാട്ടിലും എന്തുകൊണ്ടും ബെറ്റർ ആയിരിക്കുമല്ലോ ലൈവായിട്ട് ആ ഒരു പ്ലാറ്റ്ഫോമിൽ ഉപയോഗിച്ചുകൊണ്ട് നമ്മളത് ചെയ്ത് നോക്കുമ്പോൾ. അപ്പോൾ ആദ്യമേ IPO എന്ന് പറയുന്നത് ഇനിഷ്യൽ പബ്ലിക് ഓഫറിങ്. അതായത് ഒരു കമ്പനി പ്രൈവറ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു കമ്പനി പബ്ലിക്കായിട്ട് മാറുമ്പം അവരുടെ ഷെയർസ് അവർ സെല്ല് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു വേ ഓഫ് മെത്തേഡാണ് ഈ IPO എന്ന് പറയുന്നത്. അത് ആദ്യമേ നടക്കുമ്പം IPO എന്ന് പറയുന്നു ഇനീഷ്യൽ പബ്ലിക് ഓഫറിങ്. എന്നാൽ അത് പിന്നെയും തുടരുവാണെങ്കിൽ അതിനെ FPO എന്ന് പറയുന്നത്, അതായത് ഫർദർ പബ്ലിക് ഓഫറിങ് എന്നാണ് അതിന് പറയുന്നത്. പല കാര്യങ്ങൾക്കായിരിക്കാം ഈ IPO റിലീസാകുന്നത്, അല്ലെങ്കിൽ ഈ IPO ഇഷ്യൂ ചെയ്യുന്നത്. ഒന്നെങ്കിൽ അവരവരുടെ വർക്കിംഗ് ക്യാപിറ്റൽ, അതായത് ദിവസേനയുള്ള അവരുടെ നടത്തിപ്പുകൾക്ക് വേണ്ടിയിട്ടുള്ള പൈസ കണ്ടെത്തുന്നതിന് വേണ്ടിയായിരിക്കാം ഈ IPO ഇഷ്യൂ ചെയ്തത്. അല്ലെങ്കിൽ ഫ്രഷ് ആയിട്ടുള്ള പുതിയ പ്ലാന്റുകൾ ഉണ്ടാക്കാനോ അല്ലെങ്കിൽ അവരുടെ ബിസിനസ് വികസിപ്പിക്കാനോ വേണ്ടിയിട്ടായിരിക്കാം. അതുപോലെ തന്നെ അവരുടെ കടങ്ങൾ കൊടുത്തു തീർക്കാനും ഇത് ഉപയോഗിക്കാറുണ്ട്. ബിഗിനർ ആയിട്ടുള്ള ഒരാൾക്ക് മനസ്സിലാകാവുന്ന രീതിയിൽ സിമ്പിളാക്കിക്കൊണ്ടാണ് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ കാണുന്നവരെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക, മനസ്സിലാക്കാൻ ശ്രമിക്കുക. അപ്പം ഇതാണ് നമ്മൾ ഉപയോഗിക്കുന്ന ബ്രോക്കർ ഏഞ്ചൽ വൺ. ഞാനിവിടെ ഏഞ്ചൽ വൺ ആണ് എൻ്റെ പേഴ്സണലി യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബ്രോക്കേഴ്സ് യൂസ് ചെയ്യാം. ഏഞ്ചൽ വണ്ണിൻ്റെ ലിങ്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ എൻ്റെ ലിങ്ക് കൊടുത്തേക്കാം. നിങ്ങൾക്ക് അതിൽ കയറി ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഇതാണ് നമ്മുടെ ഒരു ഹോം സ്ക്രീനിലേക്ക് നമ്മൾ പോവുക ഏഞ്ചൽ വണ്ണിൻ്റെ. ഹോമിൽ പോയി കഴിയുമ്പോൾ നമുക്കിവിടെ ഇടത്തെ സൈഡിൽ തന്നെ ആദ്യമേ കാണാൻ പറ്റും IPO പറ്റി. നമ്മൾ അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇപ്പം നിലവിൽ 5 ഓപ്പൺ ആയിട്ടുള്ള IPOs ആണ് അവൈലബിൾ ആയിട്ട് ഉള്ളത്. നമുക്ക് ഒരു IPO എടുത്തുകൊണ്ട് അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. അല്ലെങ്കിൽ നമുക്കിതെല്ലാം കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കുന്നതിനെക്കാട്ടും എളുപ്പം ഇൻഡിവിജ്വലായിട്ട് ഒരെണ്ണം നോക്കാം. ആദ്യം കിടക്കുന്നതിനെ എടുത്തേക്കാം, ഓസ്വാൽ പമ്പ്സ്. നമ്മളത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അത് ഓപ്പൺ ആകും, അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് കിട്ടും. അത് ഓപ്പൺ ആയി കഴിഞ്ഞിരിക്കുന്നുണ്ട്. അപ്പം ഇവിടെ നമുക്ക് നോക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിൻ ബോർഡ്, അതായത് ഫസ്റ്റിൽ നമുക്ക് നോക്കണം, ഇതൊരു മെയിൻ ബോർഡ് IPO ആണ്. മെയിൻ ബോർഡ് IPO എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നുമില്ല, ഒരു ബിഗ്ഗർ സൈസ് ഉള്ള അല്ലെങ്കിൽ ഒരു ബിഗ്ഗർ ട്രസ്റ്റ് ഉള്ള ഒരു IPO എന്ന് വേണമെങ്കിൽ പറയാം. കാരണം മെയിൻ ബോർഡ് IPOs ലിസ്റ്റ് ആകണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ക്രൈറ്റീരിയാസിൽ അതിൻ്റെ 3 വർഷത്തെ പ്രോഫിറ്റബിലിറ്റി മാർജിൻസ് സബ്മിറ്റ് ചെയ്യപ്പെടണം. അങ്ങനെ സബ്മിറ്റ് ചെയ്തോരണം ഒരു ക്രൈറ്റീരിയയും കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ അതൊരു മെയിൻ ബോർഡ് IPO ആവുള്ളൂ. അല്ലെങ്കിൽ പിന്നെ ഉള്ളൊരു ഓപ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ SME IPOs എന്ന് പറയുമ്പോൾ ഇത്രയും ലീഗാലിറ്റി ഇല്ല. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു പ്രോഫിറ്റബിലിറ്റി ഒന്നും അവർക്ക് അതവിടെ സബ്മിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല സെബിയുടെ മുമ്പിൽ. ഇതെപ്പോഴും ഈ മെയിൻ ബോർഡ് IPOs എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് അതാണ്. ഇനി ഇവിടെ മിനിമം ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കുറവ് ഒരു ലോട്ട് നമുക്ക് മേടിക്കാനായിട്ട് എത്ര രൂപ ചിലവാകും. ഇവിടെ കൊടുത്തേക്കുന്നത് 14,016 രൂപയാണ്. ഒരു ലോട്ടിന് അത്രയും പൈസയാവും. അതുപോലെ തന്നെ എത്ര ഷെയർസ് ഉണ്ട്, 24 ഷെയർസ് ഉണ്ട് ഒരു ലോട്ട് എന്ന് പറയുന്നത്. അതിനാണ് നമ്മൾ ഈ പറഞ്ഞ 14,016 രൂപ കൊടുക്കേണ്ടത്. ഇഷ്യൂ സൈസ് നോക്കിയാൽ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ മെയിൻ ബോർഡ് IPO ആണ്. ഇഷ്യൂ സൈസ് 1387 കോടി രൂപയുടെയാണ്. ഒരു വലിയൊരു എമൗണ്ടിൻ്റെ ഒരു ഇഷ്യൂ സൈസാണ് ഇവിടെ നമുക്ക് കാണുന്നത്. അതുപോലെ തന്നെ ഇത് കണ്ടോ, IPO ടൈപ്പ് ബുക്ക് ബിൽഡിംഗ്. ഇതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ബുക്ക് ബിൽഡിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ് ഒരു പ്രൈസ് ബാൻഡ് വെക്കുക. അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇത് കണ്ടോ, ഇവിടെ ബിഡ് പ്രൈസ് എന്ന് പറയുന്നത് 584-നും 614-നും ഇടയ്ക്കാണ്. അതായത് ഈ കമ്പനി തന്നെ, അല്ലെങ്കിൽ ഈ കമ്പനി കൊടുത്തേക്കുന്ന ഈ IPOയുടെ ഡീറ്റെയിൽസ് കൊടുത്തേക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനോ എന്തോ ആയിക്കോട്ടെ, അവർ തന്നെ പറയുന്നത് അതായത് നമ്മളെപ്പോലുള്ള ഇൻവെസ്റ്റേഴ്സ് അവിടെ ഒരു പ്രൈസ് ഫിക്സ് ചെയ്യുക എന്നുള്ളതാണ്. അതിനുവേണ്ടിയുള്ള ഒരു ഓപ്ഷനാണ് ഇവർ ഈ പ്രൈസ് ബാൻഡ് കൊടുത്തേക്കുന്നത്. അതായത് നമുക്ക് അപ്ലൈ ചെയ്യുമ്പം ഈ 584-നും 614-നും ഇടയ്ക്കുള്ള ഏതൊരു എമൗണ്ടിലും നമുക്ക് ബിഡ് ചെയ്യാം. അങ്ങനെ ഒത്തിരി ആൾക്കാരിൽ നിന്ന് കിട്ടുന്ന ബിഡിൻ്റെ ഒരു ആവറേജ് ആയിരിക്കും അവർ ഒടുവിൽ പ്രൈസ് ആയിട്ട് ഫിക്സ് ചെയ്യുന്നത്. അതിനാണ് ഈ ബുക്ക് ബിൽഡിംഗ് എന്ന് പറയുന്നത്. ഇതല്ലാതൊരു ഓപ്ഷൻ എന്ന് വെച്ചാൽ ഫിക്സഡ് പ്രൈസ് ആണ്, പക്ഷേ അത് തീരെ കുറവാണ്. മിക്കവരും സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഒരു ബുക്ക് ബിൽഡിംഗ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. പിന്നെ നമുക്ക് കാണാം ബിഡിംഗ് ക്ലോസസ് ടുമോറോ, നാളെ ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് ആണ്. പിന്നെ ഇവിടെ ഫർദർ ഡേറ്റ്സ് കാണാം. അതായത് 13-ാം തീയതി ജൂണിൽ അത് സ്റ്റാർട്ട് ചെയ്തു, 17-ന് അത് എൻഡ് ചെയ്യും. അലോട്ട്മെൻറ്റ് വരുന്ന 18-ാം തീയതിയാണ്, ലിസ്റ്റിംഗ് 20-ാം തീയതിയാണ്. പിന്നെ ഇനി ഇവിടെ ഓവറോൾ സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്നുണ്ട്, 1.2x ആണ് ഇവിടെ നിങ്ങൾക്ക് കാണുന്നത്. ഇതിൻ്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ
1.2x, അതായത് 1.2 ഇരട്ടി ശതമാനം ആൾക്കാരാണ് അതിൽ അപ്ലൈ ചെയ്തേക്കുന്നതുള്ളതാണ്. അതായത് ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 4x എന്ന് പറയുന്ന ഒരു ഇൻറ്റു 4x എന്ന് പറയുന്ന ഒരു സങ്കല്പിച്ച് നോക്കുക, ഒരു ഓവറോൾ സബ്സ്ക്രിപ്ഷൻ. അതായത് ഒരാൾക്ക് ഒരു ഷെയർ അപ്ലൈ ചെയ്യേണ്ട സ്ഥലത്ത് 4 പേര് അപ്ലൈ ചെയ്തിട്ടുണ്ട്. സോ അത് കിട്ടാനുള്ള ചാൻസ് എന്ന് പറയുന്നത് 1/4 ആയിരിക്കും. ഇപ്പം ഇവിടെ അതിൻ്റെ ഫിനാൻഷ്യൽ ഡീറ്റെയിൽസ് കിടപ്പുണ്ട്. ഒന്നെങ്കിൽ നമുക്ക് ഇതിനകത്തെ ഫിനാൻഷ്യൽ ഡേറ്റ തന്നെ, അതായത് ഈ ഏഞ്ചൽ വണ്ണിനകത്ത് അങ്ങനത്തെ കുറച്ച് ഡീറ്റെയിൽസ് കൂടെ നമുക്ക് കിട്ടുന്നുണ്ട്. നമുക്കത് ഇവിടുന്ന് നമുക്കത് വായിക്കാം. ഇനി അതല്ല, ഇച്ചിരി കൂടി ഡീപ്പായിട്ടുള്ള ഒരു ഫിനാൻഷ്യൽ ഡീറ്റെയിൽ ആണ് IPO പറ്റി നമുക്ക് അറിയണമെങ്കിൽ ഞാൻ സജസ്റ്റ് ചെയ്യുന്നത്, അതായത് എൻ്റെ പേഴ്സണൽ ഇഷ്ടത്തിൽ ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് ഈ ഒരു സൈറ്റാണ്. യെസ്, ചിറ്റോഗർ. സോ ഈ ഒരു സൈറ്റിൽ കയറി കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ കാണാം, ഇത് IPOസിന് വേണ്ടി മാത്രമുള്ളൊരു സ്പെഷ്യൽ സൈറ്റാണ്, അതായത് ഡീറ്റെയിൽസ് പറയാൻ വേണ്ടി. ഇവിടെ ഇത്രയും കാര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റും. ഇവിടെ നമ്മുടെ നേരത്തെ ഏഞ്ചൽ വണ്ണിൽ നോക്കിയ നമ്മുടെ ഓസ്വാൾ പംപ്സിൻ്റെ IPO ഇവിടെ ഉണ്ട്. സോ ഇവിടുന്ന് അത് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഒരു ഇൻഫർമേഷൻ അറിയാൻ വേണ്ടിയിട്ടാണ്. സോ കണ്ടോ, ഇവിടെ അതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽസ് നല്ല ഇലാബറേറ്റ് ചെയ്ത് അല്ലെങ്കിൽ നല്ല വിശദീകരിച്ച് കൊടുത്തിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും ഇവിടെ നമുക്ക് വായിക്കാൻ പറ്റും. കണ്ടോ, എല്ലാം ഉണ്ട്. ഫ്രഷ് ഇഷ്യൂ ആണ് ഇത്രയും ഷെയർസ്, അതായത് ഏറെക്കുറെ 890 കോടി ഫ്രഷ് ഇഷ്യൂ ആണ് വരുന്നത് 1387. ഇനി അതല്ല, കൂടുതൽ ഫർദർ ഡീറ്റെയിൽസ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ IPOയുടെ ന്യൂസോ അല്ലെങ്കിൽ സബ്സ്ക്രിപ്ഷൻ ഡീറ്റെയിൽസ് നോക്കാം. കണ്ടോ, ഇവിടെ നമുക്ക് സബ്സ്ക്രിപ്ഷൻ ഡീറ്റെയിൽസ് ഉണ്ട്. ആങ്കർ ഇൻവെസ്റ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ആരുമല്ല, ഇപ്പം ബാക്കിയുള്ള ആൾക്കാർക്കൊക്കെ ലിസ്റ്റിങ്ങിൻ്റെ സമയത്ത് തന്നെ നമുക്ക് പ്രോഫിറ്റ് എടുത്ത് നമുക്ക് ഷെയറിൽ നിന്ന് മാറാം, അല്ലെങ്കിൽ നമുക്ക് ഷെയർസ് സെല്ല് ചെയ്യാം. പക്ഷേ ആങ്കർ ഇൻവെസ്റ്റേഴ്സിന് ഒരു ടൈം പീരീഡ് ഉണ്ട്. ആ ഒരു ഫസ്റ്റ് ഡേയിൽ അവർക്ക് സെല്ല് ചെയ്യാൻ അവർ അലൗഡ് അല്ല. സോ ഇറ്റ്സ് ലൈക്ക് ഒരു ഹോൾഡിംഗ് ഇൻവെസ്റ്റേഴ്സ് എന്നുള്ളൊരു കൺസെപ്റ്റിലാണ് അവരെ കൊണ്ടുവന്നേക്കുന്നത്. അതുപോലെ തന്നെ ബാക്കിയുള്ള സെഷൻസ് ഇവിടെ ഉണ്ട്. സോ നമ്മൾ വരുന്നത് റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ കാറ്റഗറിയിലാണ്. അപ്പം നിങ്ങൾക്ക് കാണാം 1.10% സബ്സ്ക്രിപ്ഷൻ വന്നിട്ടുണ്ട് ആ ഒരു സെഷനിൽ മാത്രമായിട്ട്. ഇനി അതുകൂടാതെ അടുത്ത ഡീറ്റെയിൽസ് കാണണമെങ്കിൽ ഇവിടെ നമുക്ക് GMP എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. സോ ഈ GNP എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗ്രേ മാർക്കറ്റ് പ്രീമിയം എന്നാണ് അതിൻ്റെ ഫുൾ ഫോം. ഗ്രേ മാർക്കറ്റ് പ്രീമിയം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഷെയർസ് ഒക്കെ ഓൾറെഡി ആൾക്കാർ മേടിച്ചിട്ടുണ്ട്. ആൾക്കാർ ഇൻ ദ സെൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് മേടിച്ചിട്ടുണ്ടാവാം. സോ അവിടെ ആ ഒരു വേറൊരു മാർക്കറ്റ്, ആ ഒരു ഇതിൽ നടക്കുന്ന അതിൻ്റെ ഒരു പ്രോസസ്സിൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന ഒരു പ്രൈസാണ് ഈ ഗ്രേ മാർക്കറ്റ് പ്രീമിയം. ഇതൊരു പരിധി വരെ നമുക്ക് നോക്കാം ലിസ്റ്റിങ്ങിൽ നമ്മുടെ കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട്. എങ്കിലും നമുക്കൊരു സപ്പോർട്ടായിട്ട് നമുക്ക് നോക്കാവുന്നേ ഉള്ളൂ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇവിടെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓരോ ദിവസത്തെയും കാണാൻ പറ്റും. കണ്ടോ, 13-ാം തീയതിയാണ് IPO തുടങ്ങുന്നത്. അന്നത് 53 രൂപ താഴോട്ടായിരുന്നു, അതായത് ലിസ്റ്റിങ്ങിൽ കുറയും എന്നാണ് പറഞ്ഞത്. എന്നാൽ 14-ാം തീയതി അത് 43 കുറഞ്ഞു, അതായത് ആ ഒരു അകലം കുറഞ്ഞു. 15-ാം തീയതി ആയപ്പോൾ 45 രൂപ പോസിറ്റീവായി, അതായത് നമ്മൾ ലിസ്റ്റ് ചെയ്യുമ്പം 45 രൂപ വരെ കൂടാനുള്ള സാധ്യത ഉണ്ടെന്നാണ് അത് പറയുന്നതിനർത്ഥം. അതിപ്പോൾ 16-ാം തീയതി, അതായത് ഇന്നത്തെ ലാസ്റ്റ് ദിവസം 16-ാം തീയതി ആയപ്പോഴത്തേക്കും 60 രൂപയായി. 60 രൂപയെന്ന് പറയുമ്പം ലിസ്റ്റിങ്, ഫോർ എക്സാമ്പിൾ ലിസ്റ്റിംഗ് പ്രൈസ് 674 ആണെങ്കിൽ ഏറെക്കുറെ 60 രൂപയുടെ ഒരു പ്രീമിയം കൂടെ, അതായത് 9.77% പ്രീമിയം കൂടെ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം എന്നാണ് അതിനർത്ഥം. കണ്ടോ, സോ ഇങ്ങനെയാണ് നമ്മൾ ഇതിൻ്റെ ബേസിക് കാര്യങ്ങൾ നോക്കുന്നത്. അധികം ബാക്കി നമുക്ക് കമ്പനിയുടെ IPOയുടെ ഡീറ്റെയിൽസിനകത്ത് IPOയുടെ കാര്യങ്ങളും IPOയുടെ സെക്യൂരിറ്റീസിൻ്റെ എല്ലാ കാര്യങ്ങളും നമുക്ക് കിട്ടും. പക്ഷേ ഒരു ജനറലായിട്ട് ഇപ്പോൾ എളുപ്പം അധികം സമയം ഇൻവെസ്റ്റ് ചെയ്യാൻ ഇല്ലാതെ ഒരു കമ്പനിയെ പറ്റി IPO വരുമ്പോൾ അതിനെപ്പറ്റി ഒന്ന് ചെറുതായിട്ട് പഠിച്ച് എങ്ങനെ IPO എടുക്കണം അല്ലെങ്കിൽ IPOയ്ക്ക് അപ്ലൈ ചെയ്യണം വേണ്ടതെന്ന് അറിയാനായിട്ടുള്ളൊരു ഹെൽപ്പായിട്ട് നമുക്ക് ഈ ടൂൾസൊക്കെ ഉപയോഗിക്കാം. ഏഞ്ചൽ വൺ എന്ന് പറയുന്ന ആപ്പിൽ തന്നെ ഞാൻ പറഞ്ഞ പോലെ എല്ലാം ഉണ്ട്. സോ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്നുണ്ടെങ്കിൽ ഈ ഒരു പറഞ്ഞ വെബ്സൈറ്റിലും കയറി ഒന്ന് ചെക്ക് ചെയ്യാം. നല്ലൊരു വെബ്സൈറ്റാണ്. സോ ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഏഞ്ചൽ വണ്ണിൻ്റെ ലിങ്കും അതുപോലെ ഈ പറഞ്ഞ ചിറ്റോർഗാർഗിൻ്റെ ലിങ്കും എല്ലാം ഞാൻ കൊടുത്തേക്കാം. ആവശ്യമുള്ളവരെല്ലാം കയറി അതിനകത്ത് ചെക്ക് ചെയ്യുക. സോ കാര്യങ്ങളെല്ലാം നോക്കുക. ഇങ്ങനെ തന്നെ ഓരോരോ IPOസിൻ്റെ നോക്കുക, കാണാൻ പറ്റുന്നുണ്ടോ എന്ന്. അങ്ങനെ നോക്കി അപ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. അങ്ങനെ നിങ്ങൾക്ക് ഇതിനെപ്പറ്റി ഒരു നല്ല അല്ലെങ്കിൽ നല്ലൊരു IPO വരുമ്പോഴത്തേക്കും എങ്ങനെയാണ് അപ്ലൈ ചെയ്യണോ അല്ലെങ്കിൽ വേണ്ടയോ എന്ന് തന്നെ എല്ലാത്തിലും കയറി ഓവർ അപ്ലൈ ചെയ്തത്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഓവർ അപ്ലൈ ചെയ്യുമ്പോൾ ഗ്രോത്ത് ഇല്ലാത്തൊരു കമ്പനിയിൽ നമ്മളിപ്പോൾ IPO അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ലിസ്റ്റ് ചെയ്യുമ്പോൾ അത് എങ്ങാനും നെഗറ്റീവായി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നമുക്ക് നഷ്ടമാണ്. ഒരു 8 അല്ലെങ്കിൽ 9% താഴ്ന്നു വന്ന അല്ലെങ്കിൽ അതിൽ കൂടുതൽ താഴ്ന്നു വന്ന കേസസ് ഒക്കെ ഉണ്ട്. സോ അതുകൊണ്ട് ചെക്ക് ചെയ്യുക. അപ്പോൾ എല്ലാവരും IPO എന്താണെന്നുള്ള വീഡിയോ കണ്ടെന്ന് വിശ്വസിക്കുന്നു, അല്ലെങ്കിൽ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. So, thank you.